ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് മൈ ഡിയർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തംബ്നെയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഏകദേശ ഐഡിയ എന്തായാലും കിട്ടിക്കാണുമല്ലോ. അപ്പം നമ്മൾ പ്രത്യേകിച്ച് അമ്മമാർ പുറത്തൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് റെഡി ആവാനുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നാണ് നോക്കുക. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു ചെറിയ എന്താ പറയുക, ഒരുപാട് മേക്കപ്പ് ഒന്നുമല്ല, നമ്മൾ കുറച്ച് മെനുക്ക് പണികൾ ചെയ്യുമല്ലോ. ചെറിയൊരു അതായത് സാധാരണ വീട്ടിൽ നിൽക്കുന്ന ലുക്കിനേക്കാളും ചെറിയൊരു ഗ്ലോ വരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു മേക്കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മേക്കപ്പ് പ്രൊഡക്റ്റുകളൊന്നും അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയൊരു ലുക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്നവർ വിചാരിക്കും ഇതിലെന്താ പ്രത്യേകിച്ചുള്ളതെന്ന്. പക്ഷേ ഞാനിപ്പോൾ കുറേ പുതിയ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ വായിക്കുന്നില്ല, നേരെ വീഡിയോയിലിട്ടേക്ക്. അപ്പോൾ എങ്ങനെ തുടങ്ങിയാലോ? ഇപ്പം നാട്ടിലൊക്കെ പോയിട്ട് സ്കിന്ന് നല്ലോണം ടാൻ ആയിട്ടുണ്ട്. ഞാനൊരു ക്ലീനപ്പ് ഒക്കെ ചെയ്തിരുന്നു, പക്ഷേ സ്കിന്ന് ടാൻ ആയതൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പം ഫേസ് വാഷും ഉണ്ട്, ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്, ഒരു ലിപ് ബാമും അപ്ലൈ ചെയ്തിട്ടുണ്ട്. SPF ഉള്ള ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം നമ്മളിത് പുറത്തോട്ടേക്ക് പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ചെയ്യുന്നതൊക്കെ ബേസിക് സ്കിൻ കെയർ ആണ്. ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഫേസ് ഷോപ്പിൻ്റെ മോയ്സ്ചറൈസറാണ്. റൈസ് ആൻഡ് സെറാമൈഡ് ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഞാൻ പലപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മിസ് ചെയ്യാറുണ്ട്, പക്ഷെ പുറത്ത് പോകുമ്പം ഒരിക്കലും മിസ് ചെയ്യൂല. കാരണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഈവൻ ചെറിയൊരു മേക്കപ്പ് ഇടുകയാണെങ്കിൽ പോലും ഈ സംഭവം എന്തായാലും അപ്ലൈ ചെയ്യും. കാരണം ഇത് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ മേക്കപ്പൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും എന്താ പറയുക, അറിയാമല്ലോ, അതിലൊരുപാട് കെമിക്കൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ സ്കിന്നിനൊരു ബാരിയറായിട്ട് നിൽക്കാനും മോയ്സ്ചറൈസർ വേണം. പിന്നെ എപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് മാത്രം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 30+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ സെറാമൈഡൊക്കെ ഉള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും സ്കിന്നിന്. കാരണം അപ്പം മുതൽ നമ്മുടെ സ്കിന്നിന് ചുളിവുകളൊക്കെ വരാൻ തുടങ്ങുമല്ലോ. അപ്പോൾ യെസ്, മോയ്സ്ചറൈസർ 6 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് സൺസ്ക്രീനാണ്. ഞാനിപ്പം 2 സൺസ്ക്രീന് മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് ന്യൂട്രോജനയുടെ ഈ ഒരു സൺസ്ക്രീനും ഇത് ബ്യൂട്ടി ഓഫ് ജോസോൻ്റെ സൺസ്ക്രീനുമാണ്. ഫേവറേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഫേവറേറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് ന്യൂട്രോജനെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇത് രണ്ടും അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ 2 ഫിംഗേഴ്സ് റൂൾ യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും സ്കിപ്പ് ചെയ്യണ്ട. ഞാൻ ഫേസിൽ ഇതും പിന്നെ നമ്മുടെ കയ്യിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ബോഡി സൺസ്ക്രീൻ സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. വിഷ് കെയറിൻ്റെ നല്ലതാണ് അത്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മോയ്സ്ചറൈസർ പോലെ ഇങ്ങനെ ഉറച്ച് അപ്ലൈ ചെയ്യേണ്ട, നമുക്കതല്ലേ ശീലം, ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ചെയ്തിട്ട്. അതുകൊണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോഴും എപ്പോഴും സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ വരും. ഇതിനിടയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ. ആമസോണിൽ മെയ് 30 മുതൽ ജൂൺ 4 വരെ വാർഡ്രോബ് റീഫ്രഷ് സെയിൽ നടക്കുന്നുണ്ട്. ടോപ്പ് ഫാഷൻ ബ്രാൻഡുകൾക്ക് മിനിമം 50% മുതൽ 80% വരെ ഓഫ് ഉണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വലിയ രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും ഈ ഒരു സ്റ്റെപ്പ് മിസ്സാക്കണ്ട. കാരണം നമ്മൾ ഫേസിൽ നല്ലൊരു ഡെഫിനിഷൻ കിട്ടാൻ ഈ ഒരു സ്റ്റെപ്പ് നല്ലതാണ്. അപ്പം ഞാനിതാ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതാണ്, ബിഗിനർ ഫ്രണ്ട്ലി ആണ്. പ്രത്യേകിച്ച് എന്താ പറയുക, തീരെ മേക്കപ്പ് പ്രൊഡക്റ്റുകളൊന്നും യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനിങ്ങനെ
ബ്രഷ് കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് വരച്ചു കഴിഞ്ഞാലും നല്ല രീതിയിൽ ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൗൺ ഷെയ്ഡാണ്. ഐബ്രോസ് ഫില്ല് ചെയ്തതിന് ശേഷം ഈ ബ്രഷ് കൊണ്ട് നമ്മളൊന്ന് സെറ്റാക്കി കൊടുക്കുക. ഇപ്പം നോക്കൂ, വരഞ്ഞതും വരയാത്തതും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ. ഇനി നമുക്ക് ഇതും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. യെസ്, അപ്പോൾ പുരികത്തിൻ്റെ പണി അവിടെ കഴിഞ്ഞു. ഇനി ഞാൻ മസ്കാര അപ്ലൈ ചെയ്യുന്നില്ല. പകരം ഞാൻ ഇങ്ങനത്തെ ഈ ഒരു ഐലാഷ് കളർ യൂസ് ചെയ്തിട്ട് നമ്മുടെ കൺപീലിയൊക്കെ ഒന്ന് വിടർന്ന് നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ അത് മാത്രം ചെയ്ത് കൊടുക്കുക. മസ്കാര ഇടുന്നില്ലെങ്കിലും ഐലൈനർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗർ ബ്രാൻഡിൻ്റെ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നല്ല ഐലൈനറാണ്, നല്ല ബോൾഡ് ബ്ലാക്ക് കളറ്. ആക്ച്വലി ഞാൻ ബ്ലൂ കുർത്ത ഇടാനാണ് പോകുന്നത്. ബ്ലൂ കുർത്ത ഇടാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ അടുത്തൊരു ബ്ലൂ ഐലൈനർ ഉണ്ട്, അതിടാന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് അല്ല, ഭയങ്കര ഗ്ലാമായിട്ട് ഭയങ്കര അങ്ങനത്തെ ഒരു ലുക്കല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്കിലോട്ടേക്ക് വന്നെയാണ്. ഈ സ്റ്റെപ്പ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് എനിക്ക്, പ്രത്യേകിച്ച് ക്യാമറേൻ്റെ മുന്നിൽ. പിന്നെ എൻ്റെ ഐലിഡ് എന്ന് പറഞ്ഞാൽ കാണില്ല അത്രക്ക്. ഞാൻ ചിരിച്ചാൽ പോലും ഈ ഐലിഡ് അങ്ങ് കുഞ്ഞായിപ്പോൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാനിങ്ങനെ തിന്നായിട്ട് ചെയ്യാനാണ് നോക്കാറുള്ളത് വരയുമ്പോഴേ. തിന്നായിട്ട് ഐലൈനർ ഇടാൻ പോയ ആളാണ്. ഇതിപ്പോൾ തിക്കായിട്ട് കണ്ണ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങനെ ആക്കിയാലേ എൻ്റെ കൺപോള കാണും. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ബ്ലഷൊന്നും ഇടുന്നില്ല. അടുത്ത് ഞാനൊരു ലിപ്പ് ഓയിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്രക്കും ഹൈപ്പായിട്ടുള്ളൊരു ബ്രാൻഡാണ് ഈ ഒരു ടിർട്ടിർ. അപ്പോൾ ടിർട്ടിറിൻ്റെ ഫൗണ്ടേഷൻ ഒരുപാട് ഹിറ്റാണ്. അപ്പോൾ അതിൻ്റെ ലിപ്പ് ഓയിലാണിത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ് വന്നിട്ട് ഇതൊരു റോസി ലിപ്പ് ഓയിലാണ്. ഇതിന് വേറെ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂവും കൂടെ ഞാനിതിൽ പറയാം. ഇതെന്ന് പറയുന്നത് അത്യാവശ്യം റേറ്റുള്ള സാധനമാണ്, ഫസ്റ്റേ പറയാം. ആൻഡ് ഈ ഒരു ലിപ്പ് ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സാധാരണ ഒരു ലിപ് ഗ്ലോസ് ഒന്നും പോലെയല്ല, നല്ലൊരു ഗ്ലോ ലിപ്സിനുണ്ടാക്കും. പിന്നെ ഞാൻ കാണിച്ചു തരാം ഇത് അപ്ലൈ ചെയ്തിട്ട് ആ ഗ്ലോ. ഇത് കണ്ടോ? ഇതിൻ്റെ ഈ ഒരു ബ്രഷിനെ കൊണ്ട് നല്ല സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു റോസി ടിൻറ്റും ഉണ്ട്. എനിക്ക് വേർക്ക് നോക്കിയോ, കണ്ടോ? നല്ലൊരു ഗ്ലോ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ഒരു ഗ്ലോ ഇല്ലേ, ഈ ഒരു ഗ്ലോ അങ്ങനെ ഒരുപാട് നേരം നിൽക്കൂല. പ്രത്യേകിച്ച് ഇതൊരു ഓയിൽ ബേസ്ഡ് ലിപ്പ് ഓയിലാണ്. അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട പോലെ അങ്ങനെ 3-4 hours ഇങ്ങനെ കിടക്കൂല. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഇതങ്ങ് പോവും. പക്ഷെ അതിൻ്റെ അത് നമുക്ക് തരുന്ന ഒരു ഹൈഡ്രേഷൻ ഇല്ലേ, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മുടെ ലിപ്സ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതിട്ട പാടെ നല്ല ഓവറോൾ നമ്മുടെ ഫേസിന് തന്നെ ഒരു മാറ്റമാണ്, നല്ലൊരു ഗ്ലോ കാണും. പിന്നെ റോസി ഒരു ഷെയ്ഡും കണ്ടോ. ഇപ്പം ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ഇങ്ങനെ ഭയങ്കര മാറ്റ് ലിപ്സ്റ്റിക്കുകളൊന്നും ഇടാൻ ഇഷ്ടമില്ലാത്തതായിരിക്കും. ഇത് സിമ്പിളായിട്ടുള്ളൊരു എന്താ പറയുക, ചെറിയൊരു ഗ്ലോ നമ്മുടെ ഫേസിന് തരുന്ന ഒരു മേക്കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പിൽ മസ്കാറ ആഡ് ചെയ്യാം. ഞാൻ വെറുതെ എന്താ പറയുക ലാഷസ് ഈ ഒരു കളറും ഉണ്ട്, ഐലാഷ് കളറും ഉണ്ട്, ജസ്റ്റ് ഒന്നാക്കിയിട്ട് സെറ്റാക്കിയിട്ടേ ഉള്ളൂ. ബ്ലഷ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം.
അത് നിങ്ങളുടെ കയ്യിൽ സ്ട്രോബ് ക്രീംസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഗ്ലോ കിട്ടും കേട്ടോ. നല്ല സ്വിസ് ബ്യൂട്ടിയുടെ ഒക്കെ നല്ല സ്ട്രോബ് ക്രീംസ് ഉണ്ട്, മാക്കിൻ്റെ ഒക്കെ നല്ല സ്ട്രോബ് ക്രീംസ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു, ഇപ്പോൾ ഇവിടെ നല്ലൊരു ഗ്ലോ ഇല്ലേ നമ്മുടെ ലിപ്സിന്, അതേപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഫേസിനും നല്ലൊരു ഗ്ലോ കിട്ടും. അപ്പം ഞാൻ വേഗം പോയിട്ട് എൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് മാറ്റിയിട്ട് വരാം. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ചിക്കൻ കാരി കുർത്തിയാണ്, ചന്തേരി സിൽക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ചെറിയൊരു ഷൈനിങ് ഒക്കെ ഉണ്ട് ഇത്. അപ്പോൾ ഞാനിതൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ച. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ടുള്ള ഒരു ഫുള്ളായിട്ട് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ സൈഡിൽ കാണിക്കാം. ഇത് എന്തായാലും ഈ ഒരു കുർത്ത മഴക്കാലത്ത് ഓക്കെ ആയിരിക്കും കേട്ടോ, ചന്തേരി സിൽക്കിൽ വരുന്നതുകൊണ്ട് തന്നെ. അപ്പം ഞാൻ നല്ലൊരു ഫ്രഷ് സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ട് ടൈറ്റൻ്റെ സ്കിൻ ബൈ ടൈറ്റൻ, അപ്പോൾ ഈ ഒരു സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്രഷ് സ്മെല്ലാണ് കേട്ടോ ഇതിന്. ഓക്കെ, അത് ന്യൂഡ് ഷെയ്ഡ്, ഇതിൻ്റെ ഒരു ആ ഫ്രാഗ്രൻസിൻ്റെ അത് ന്യൂഡാണ്. നല്ലൊരു ഫ്രഷ് സ്മെല്ല് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു സ്മെല്ല് ഇഷ്ടം. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ചെയ്യാൻ പറ്റിയ, അതുപോലെ തന്നെ കുർത്തേൻ്റെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റുക, അതായത് ഈസി ഗോയിങ് ആയിട്ടുള്ള മേക്കപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു ലുക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊരു ഗ്ലോ ഒക്കെ കൂട്ടണമെങ്കിൽ BB ക്രീം അല്ലെങ്കിൽ CC ക്രീമൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഈ ഒരു ലുക്കിന് കുറച്ചുകൂടെ നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇത്തവണ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് മുടിയൊക്കെ ഇങ്ങനെ മടഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഓക്സിഡൈസ്ഡ് കമ്മലൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. വളരെ മിനിമലായിട്ടാണ് ആക്സറീസ് ചെയ്തിരിക്കുന്നത്. വാച്ച്, പിന്നെ ഇതിനൊരു ബീഡ്സിൻ്റെ ഒരു ബ്രേസ്ലെറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ആർഭാടൊന്നും ആക്കിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ലുക്കാണ്. അപ്പോൾ പ്രൊഡക്റ്റുകളുടെയൊക്കെ ഡീറ്റെയിൽസ് എന്തായാലും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം കുറേ വീഡിയോസായിട്ട്. അതുവരേക്കും ബൈ.